ദൈവത്തിന് സ്തോത്രം. നമുക്കിനി 5-ാം അധ്യായം തുടർന്ന് പഠിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രാരംഭമായിട്ട് ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നും കൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഈ അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യമാണ് നാം ഇവിടെ വായിച്ചത്. ഒരു ഇടയൻ എന്ന നിലയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യമാണ് ഈ ഭാഗത്ത് വായിക്കുന്നത്. ഇവിടെ പത്രോസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അദ്ദേഹം അവരുടെ ആ ദൈവസഭയിൽ തൂണുകളായി എണ്ണപ്പെട്ടിരുന്നവരാണ്, കടക്കൂട്ടത്തിലാണ്. ശിഷ്യന്മാരുടെ പേര് പറയുമ്പോൾ ഒന്നാമനായിട്ട് പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പല സന്ദർഭങ്ങളിലും ആ പത്രോസിന്റെ പ്രാധാന്യത നമുക്ക് വെളിപ്പെടുവാനായിട്ട് സാധിക്കുന്നു. മരുരൂപ മലയിൽ കർത്താവിൻ്റെ ആ പ്രത്യക്ഷതയിൽ കൂടി ഉണ്ടായിരുന്നത് പത്രോസും യാക്കോബും യോഹന്നാനും മാത്രമാണ്. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും യേശുക്രിസ്തു വിശ്വസ്തരായിട്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിലുള്ള ഒരു ഇന്നർ സർക്കിളായിരുന്നു ആ പത്രോസ് ഉൾപ്പെട്ട പത്രോസും യാക്കോബും യോഹന്നാനും. എന്നാൽ ഇത്രയ്ക്കും ശ്രേഷ്ഠനായിട്ടാണ് നമ്മളെ പത്രോസിനെ കാണുന്നത്. ലോകത്തിലും 1ാമത്തെ മാർപ്പാപ്പയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്, 1ാമത്തെ പോപ്പായിട്ടാണ്. പക്ഷേ ഇവിടെ പത്രോസ് തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നിങ്ങൾ 1-ാം വാക്യത്തിൽ നോക്കിയേ, ഞാനൊരു കൂട്ട് മൂപ്പനാണ്. അതായത് നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം ആ ദൈവസന്നിധിയിൽ തന്നെ വിനയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ആ പത്രോസിന്റെ വിനയമാണ് നമ്മളുടെ വ്യക്തമായിട്ട് കാണുന്നത്. എന്നാൽ പത്രോസിനെ കുറിച്ചുള്ള വിശേഷണ പദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്, സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടുമൂപ്പൻ എന്ന നിലയിൽ അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുന്നു. രണ്ടാമത് നമ്മൾ കാണുന്നത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയാണ് ഞാനെന്നാണ്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് ഞാൻ സാക്ഷിയാണ്. നമുക്ക് 2 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 45 മുതലുള്ള വാക്യങ്ങൾ കൂടെ ഈ അവസരം നമുക്ക് വായിക്കാം. 24-ന്റെ 45 മുതൽ. എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകും. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും
അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത പ്രത്യേകമായ നിയോഗമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1:8 നമ്മൾ വായിച്ചത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂലോകത്തിലൊക്കെയും എൻ്റെ സാക്ഷികളാകും എന്നുള്ളതാണ്. ഇവിടെ അപ്പോസ്തലന്മാരുടെ പിന്നീടുള്ള ആ പ്രവർത്തനങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് അവർ ലോകം മുഴുവനും സാക്ഷികളായി തീർന്നു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിട്ട് അവർ ശക്തി ലഭിച്ചു. അവർ ആ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞവരായി തീർന്നു. അതിനുശേഷം അവരെന്ത് ചെയ്തു? ദേശത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടിയുടെയും ഇടയിൽ നിന്ന് യെരൂശലേമിൽ വന്നു പാർത്തിരുന്ന യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമായ വിവിധ ഭാഷ സംസാരിക്കുന്നവരായ വ്യക്തി ജീവിതങ്ങളോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ ഇടയായിത്തീർന്നു. ഈ വന്നുകൂടിയവരുടെ ഭാഷകളിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ ഭൂലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറയുമ്പോൾ അവർക്കൊരു സംശയം അവരുടെ ഹൃദയത്തിലുണ്ടാകാം. കർത്താവ്, ഞങ്ങൾക്ക് ഈ എബ്രായ ഭാഷയോ യവന ഭാഷയോ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയോ ഒക്കെ അറിയാം. ഞങ്ങള് കേരളത്തിൽ പോയാൽ എങ്ങനെ പറയും? അറേബ്യയിൽ പോയാൽ നമ്മൾ എങ്ങനെ പറയും? അവർക്കൊന്നും അറിയത്തില്ല. പിന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പോകും. ദൈവം അവരെ ഈ അപ്പോസ്തലന്മാർ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് കൂട്ടിവരുത്തി. അതിനുശേഷം അവരോട് പറയാനുള്ള ഭാഷ അവർക്ക് കൊടുത്തു. അപ്പൊ അവർക്ക് മനസ്സിലായി, ഇനി ഞങ്ങൾക്ക് പോയാൽ പറയാൻ സാധിക്കും. നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ AD 52 തോമസ് അപ്പോസ്തലൻ കൊടുങ്ങല്ലൂരിൽ വന്നു. ഏത് ഭാഷയെ പറഞ്ഞാണ്? മലയാളത്തിൽ പറഞ്ഞാണ്. വിവിധ ഭാഷകൾ സംസാരിക്കാനുള്ള കൃപാവരം ദൈവം തൻ്റെ അപ്പോസ്തലന്മാർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഭൂലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും, അതിന് ഞാൻ നിങ്ങൾക്ക് ശക്തി തരും എന്നാണ് കർത്താവ് പറഞ്ഞത്. അത് ലഭിക്കാതെ നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുത്. മനസ്സിലായി? അത് ലഭിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? യെരൂശലേമിൽ ഇരിക്കണം. അപ്പോൾ കർത്താവ് നമുക്ക് ശക്തി പകർന്നു തന്നിട്ട് വേണം നമ്മൾ പോകുവാനായിട്ട് സാക്ഷ്യം വഹിക്കാൻ. നമ്മൾ കർത്താവിനെ കുറിച്ച് പറയാൻ ഒരു സുവിശേഷ ഏകദിന പ്രവർത്തനമുണ്ട് എന്നൊരു നോട്ടീസ് കിട്ടിയാൽ എത്ര പേര് കർത്താവെ ഞാൻ പോകുമ്പോൾ പറയാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ആ ദൈവം നൽകിയ ശക്തിയോട് കൂടെ പോകുന്നു? വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും എന്ത് ചെയ്യും? അങ്ങ് പോവുക, പുസ്തകത്തിനങ്ങ് പോവുക. ഇങ്ങനെ പോകാനല്ല, ശക്തി പ്രാപിക്കണം. ആ ദൈവാത്മാവിന്റെ ആ പ്രചോദനം നമുക്ക് ലഭിക്കണം. ആ ദൈവാത്മാവ് അങ്ങനെ പോയാൽ ദൈവാത്മാവ് പോകുന്ന ഇടത്തൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ബോധ്യപ്പെടുത്തരും, അല്ലേ? ആ ഫിലിപ്പോസിനോട് കർത്താവ് എന്താ പറഞ്ഞേ? നീ എഴുന്നേറ്റ് തെക്കോട്ടുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാന്ന് പറഞ്ഞു, അല്ലേ? അപ്പം എഴുന്നേറ്റ് പെട്ടെന്ന് നിർജ്ജന പ്രദേശത്ത് ആളും പേരും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയി. എന്തിനാ കർത്താവ് എന്നെ അവിടെ അയച്ചത് എന്നൊന്നും പറയില്ല. ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിച്ചു പോവുകയാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെച്ചു, അല്ലെങ്കിൽ ആ കാര്യത്തിനായിട്ട് മുന്നോട്ട് ഇറങ്ങി. അപ്പോൾ എന്താ സംഭവിച്ചേ? വീണ്ടും ദൈവാത്മാവ് സംസാരിച്ചു, നീ ആ തേരിനോട് ചേർന്ന് നടക്കാൻ. അവിടെ ആ ദൈവത്തിന്റെ വചനം വിശദീകരിച്ച് കൊടുക്കാനുള്ള പ്രാപ്തി ആ ഫിലിപ്പോസിന് ദൈവം കൊടുത്തു. ഷണ്ണനെ സ്നാനപ്പെടുത്തുവാനുള്ള കൃപ ദൈവം ഫിലിപ്പോസിന് കൊടുത്തു. പിന്നെന്താ നമ്മൾ വായിക്കുന്നത്? പരിശുദ്ധാത്മാവ് അവനെ എടുത്തുകൊണ്ട് അസ്തോദിൽ കൊണ്ടിട്ടു. കിട്ടുന്നില്ല, പിന്നെ അവനെ അവിടെയാണ് കണ്ടത്. പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോയി അസ്തോദിൽ പിന്നെ അവനെ കണ്ടു. അപ്പോൾ ദൈവാത്മാവിന്റെ പ്രവർത്തനം
അങ്ങോട്ട് പോയപ്പം തെക്കോട്ട് പോയി അങ്ങ് പോകാൻ വിചാരിച്ച് പോയി കാണും. ഒത്തിരി ദൂരം പോയി. പിന്നെ ശ്രദ്ധയെല്ലാം എന്തിനകത്തായിപ്പോയി? യെശയ്യാപ്രവചനം വിശദീകരിക്കുന്നതിനകത്തായിപ്പോയി. ഇനി അവന്റെ പ്രവർത്തനം അടുത്ത അസ്തോദിലാണ് നടക്കുന്നത്. അവിടെ പാലുള്ള വണ്ടിക്കൂലി ചിലപ്പോൾ പോകറ്റി കണ്ടില്ല എന്ന് വന്നേക്കാം, എനിക്കറിയില്ല, ഞാൻ ഊഹിച്ച് പറയാണ്. അതിനും പരിഹാരവും കൊടുത്തു. ഇതാ പൊക്കിയെടുത്ത് അവിടെ ഉണ്ടാക്കി. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അപ്പം പൈസ അല്ല നമ്മുടെ പിൻബലം, പിന്നെ ദൈവാത്മാവിന്റെ ശക്തി. നമ്മളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുമ്പോൾ ശിഷ്യന്മാര് പറഞ്ഞതുപോലെ, കർത്താവേ 200 പണത്തിന് അപ്പം മേടിച്ച ഇത്രയും പേർ കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ചോദിക്കും എങ്ങനെ ഇത് നടക്കുമെന്ന്. എന്നാൽ കർത്താവിന്റെ മുമ്പിൽ എങ്ങനെയെന്നൊരു ചോദ്യമില്ല. കർത്താവ് കൽപ്പിച്ചാണെങ്കിൽ അറിഞ്ഞു. കർത്താവ് കൽപ്പിച്ചതാണെങ്കിൽ ചെയ്തു. അതിന്റെ പിന്നിൽ കർത്താവിന്റെ ശക്തി അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ അവർ പോയിടത്തെല്ലാം അവർ സാക്ഷ്യം വഹിച്ചു. എന്താ സാക്ഷ്യം വഹിച്ചത്? കഷ്ടാനുഭവത്തിന് സാക്ഷ്യം വഹിച്ചു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ, കഷ്ടാനുഭവത്തിന് സാക്ഷ്യം വഹിച്ചു. പൗലോസ് എന്താ പറഞ്ഞേ? ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് വിശദീകരിച്ചാൽ കരയാത്ത ഒരു വ്യക്തികളും കാണുന്നില്ല. ഇനി ഏറ്റവും ഒരു സിനിമ കണ്ടിട്ട് പോലും ആളുകൾ കരഞ്ഞു എന്നാ കേട്ടുള്ളത്. ഞാൻ പോയി കണ്ടില്ല, എങ്കിലും കേട്ടുള്ളത് യേശുവിന്റെ ക്രൂശീകരണം കണ്ട സിനിമ കണ്ടവർ പോലും ഇരുന്ന് കണ്ടു. അപ്പോൾ നമ്മൾ പോകുന്നിടത്ത് പ്രസംഗിക്കേണ്ടത് എന്താ? ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷി. ഈ മഹൽ വ്യക്തി ഈ ദാരുണമായ മരണം എന്തിന് അനുഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ പറയാനൊരു കാര്യമേ ഉള്ളൂ, എനിക്കും നിങ്ങൾക്കും വേണ്ടി. അതുകൊണ്ടാണ് പറയുന്നത് കഷ്ടാനുഭവത്തിന് സാക്ഷി. അതുകൊണ്ട് ഈ പത്രോസ് പറയുന്നത്, ഞങ്ങൾ ഈ സാക്ഷ്യം പറയുന്നത് നിർമ്മിത കഥകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, ഏതെങ്കിലും കുറച്ച് കഥയൊക്കെ പറഞ്ഞ് എല്ലാരെയൊക്കെ ഒന്ന് ചിരിപ്പിച്ച്. ഇന്നത്തെ പ്രസംഗം അടിപൊളിയായിരുന്നു അല്ലേ? എത്ര പേർക്ക് വാസ്തവത്തിൽ ആ പ്രസംഗം പാപബോധം വരുത്തി എന്ന് പറയാൻ സാധിക്കുമോ? വാസ്തവത്തിൽ കഷ്ടാനുഭവത്തിന് സാക്ഷ്യം വഹിച്ചാൽ കേൾക്കുന്നവരിൽ പാപബോധം ഉണ്ടാകും. ഈ ബോധ്യം നമുക്കുണ്ടാകും. ഒന്ന്, ഞാൻ ഏതുമില്ലാത്ത ഒരു കൂട്ടുപ്രവർത്തകനാണ്. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു, എനിക്ക് ശക്തി പകർന്നു തന്നു, പോകാൻ നിർദ്ദേശം തന്നു. ഞാൻ പോകുന്നു. എനിക്ക് അവിടെ ചെന്ന് പറയാനുള്ളത്, ആകാശത്തിനും ഭൂമിക്കും മധ്യേ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ ക്രിസ്തു, നിങ്ങൾ ആ ക്രിസ്തുവിലേക്ക് നോക്ക്, ആ സ്നേഹം നിങ്ങൾ കാണുക. ആ സ്നേഹത്തിന് മുമ്പിൽ അരിയാത്ത ഒരു ഹൃദയവും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഞാൻ ഒരു കൂട്ടുമൂപ്പനാണ്, കഷ്ടാനുഭവത്തിന് സാക്ഷിയാണ് എന്ന്. പിന്നെ ഭാവിയിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ കൂട്ടാളിയാണ്. അപ്പോൾ പ്രതിസന്ധികളുടെയും പ്രയാസത്തിന്റെയും നടുവിൽ ഈ പത്രോസ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ഒരു പ്രതിഫലം നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. എന്താ? കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യമുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ ഭാവിയിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ കൂട്ടാളിയാണ്. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങൾ. നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇവിടെ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് പൗലോസാണ്. പൗലോസ് തന്റെ ജീവിതത്തിൽ എപ്രകാരം എണ്ണിയോ അതേ ആത്മാവ് ആണ് പത്രോസിനും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല, വെളിപ്പെടുവാനുള്ള തേജസ്സിന് ഞാനും ആ കൂട്ടത്തിൽ
ഒരാളായിരിക്കണം. കർത്താവ് വരുമ്പോൾ, തേജസ്സിൽ നാം ഉയർക്കുമ്പോൾ, അത് എങ്ങനെയെന്ന് ഇന്ന് വിവരിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. ദൈവം തന്റെ മക്കൾക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഞാൻ എൻ്റെ സമീപ പ്രദേശത്തൊരു പരിചയമുള്ളൊരു അച്ഛൻ്റെ വീട്ടിൽ ഇങ്ങനെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള കാര്യം പറഞ്ഞപ്പം അദ്ദേഹം അങ്ങ് ചിരിച്ചു, ഭയങ്കരമായിട്ട് ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ വെച്ചാൽ അങ്ങനെ ചിരിക്കുന്നേ? ആ കുന്നുംപുറത്തോട്ട് നോക്ക്, നമ്മുടെ ശവക്കോട്ട നോക്ക്. ആ ശവക്കോട്ടയിൽ എത്ര മനുഷ്യരെ അടക്കി. അവരെല്ലാം പൊടിഞ്ഞ് എല്ലുപൊടിയായി തീർന്നു. അവിടെ നട്ട റബ്ബർ അതെല്ലാം വലിച്ചെടുത്ത് അത് കറ വെട്ടിയെടുത്ത് ടയറാക്കി, ടയർ അരഞ്ഞ് ഭൂമിയിൽ വെള്ളത്തിലൂടെ ഒഴുകി അറബിക്കടലിച്ച്. ഇനി അത് ഉയർത്തെഴുന്നേൽക്കുമോ? അതാ ചോദ്യം. മനസ്സിലായോ? എന്നാൽ ഇത് മണ്ണിൽ നിന്നെടുത്ത ശരീരമാണ്, ഇത് മണ്ണിൽ ലയിച്ചു ചേരുമോ എങ്കിലും ഇതിലുള്ള ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഒരു പുതിയ ശരീരം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് കുരിന്ത്യലേഖനത്തിൽ പറയുന്നത്, മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ അത് വെറുതെ ഇരിക്കുന്നു, ചത്തുവെങ്കിൽ വളരെ ഫലം കായ്ക്കുന്നു. നീ വിതയ്ക്കുന്ന ഒരു ചെടിയുടെ വിത്താണ്. അത് ആ വിത്തിന്റെ രൂപത്തിലല്ല പൊങ്ങി വരുന്നത്. അത് കിളിർത്തൊരു സസ്യമായിട്ട്, പൂക്കൾ നിറഞ്ഞ കായ്കൾ നിറഞ്ഞ സസ്യമായി മാറ്റപ്പെടുന്നു. അങ്ങനെ ഒരു ചെറിയ കടുകുമണിയെ അല്ലെങ്കിൽ ഒരു പാവലിന്റെ വിത്തിനെ ആ ഒരു മനോഹരമായ വസ്തുവാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ പ്രാകൃത ശരീരത്തെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് അത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, എന്നാൽ അത് അതിൻ്റെ ഉള്ളവസ്ഥയിൽ മനസ്സിലാക്കുവാനുള്ള പ്രാപ്തി നമുക്ക് ഇല്ല. ഒരു 100 വർഷത്തിന് മുമ്പ് ആരെങ്കിലും ചന്ദ്രനിൽ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ അവരെന്തോ വിചാരിക്കും? അവരുടെ മനസ്സിൽ ഒന്നും കേൾക്കില്ല. പക്ഷെ ഇന്നാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഭാവനയിൽ കാണാൻ സാധിക്കും, അല്ലേ? അപ്പൊ ഇതുപോലെ ഇന്ന് നമ്മളോട് സ്വർഗത്തിൽ സംഭവിക്കാൻ പോകുന്ന, നമ്മുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. പക്ഷേ നമ്മുടെ രൂപാന്തരം വരുമ്പോൾ നമുക്ക് അത് ആസ്വദിക്കാനായിട്ട് കഴിയും. കാരണം ഒരു ശാസ്ത്രത്തിന്റെ തലച്ചോറിൽ ഏതാണ്ട് 2% അല്ലെങ്കിൽ ഈ തലച്ചോറിൽ സ്റ്റോർ ചെയ്യുവാൻ കഴിയുന്ന ഷെൽഫുകളുണ്ടെന്ന് വെച്ചു, ജ്ഞാനം സ്റ്റോർ ചെയ്യുവാനായിട്ടുള്ള അറകളുണ്ടെന്ന് വെച്ചു. അതിൽ 2% മാത്രമേ ഒരു ശാസ്ത്രത്തിന്റെ തലയിൽ നിറച്ചിട്ടുള്ളൂ ഇതുവരെ. അപ്പം ബാക്കിയോ എത്ര ഭാഗം കാലിയായിട്ട് കിടക്കുക. അതുകൊണ്ടാണ് നമ്മളെ കുറിച്ച് പറഞ്ഞത്, നമ്മൾ മരിച്ചവരാണ്. ഒരു ചെറിയ ജീവൻ മാത്രം, അല്ലേ? ആ നല്ല ശമരിയക്കാരന്റെ കാര്യം പറയുമ്പോൾ എന്താ? അർത്ഥപ്രാണനായി അത് തന്നെ എഴുന്നേറ്റിപ്പം കഴിവില്ല. അവന് തന്നെ അവന്റെ മുറിവൊന്ന് തുടയ്ക്കാൻ, രക്തം തുടയ്ക്കാൻ അത് സാധിക്കുന്നില്ല. ആ അവസ്ഥയിലാണ് നാം ഓരോരുത്തരും. പക്ഷേ നമ്മുടെ കർത്താവ് നമ്മെ താങ്ങിയെടുത്ത് ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് നമ്മെ സൂക്ഷിച്ചിരിക്കുകയാണ്, ദൂതന്മാരെ കാവൽച്ചിരിക്കുകയാണ്. ഒരു ദിവസം അത് വെളിപ്പെടുവാനായിട്ട് പോവുകയാണ്. തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം അത് തേജസ്സിൽ എടുക്കപ്പെടുന്ന ഒരു മഹൽ ദിനമുണ്ട്. അതാണ് നമ്മുടെ പത്രോസിന്റെ പ്രത്യാശ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അവിടെ പത്രോസ് തന്നെ കുറിച്ച് വിനയപ്പെടുത്തി പറയുകയാണ്, ഞാൻ കൂട്ടുമൂപ്പരാണ്, പിന്നെ ക്രിസ്തുവിന്റെ സാക്ഷിയാണ്, പിന്നെ തേജസ് വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ കൂട്ടാളിയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ പത്രോസിന്റെ ഈ അനുഭവങ്ങൾ നമുക്ക് ഒരു പ്രചോദനമായി തീരുവാനായിട്ട് ഇടയായി. പിന്നെ ഇവിടെ അതിന്റെ ഇടയൻ എന്നുള്ള നിലയിൽ പത്രോസ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നത് എന്നല്ല, പിന്നെന്താ? ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. എത്ര ഉന്നതനായ ഒരു വ്യക്തിയായിട്ടും ഒരു സഹപാഠിയെ പോലെ, ഒരു സഹപ്രവർത്തനെ പോലെ നമ്മളോട് അടുക്കൽ വന്ന്, അരികിൽ വന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ പത്രോസ് ചെയ്യുന്നത്. പ്രബോധിപ്പിക്കുന്നു, അരികിൽ വന്ന് ആശ്വസിപ്പിക്കുന്നു. നമ്മൾ രോഗികളെയൊക്കെ കാണാൻ പോകുമ്പോൾ ആ രോഗിയുടെ കട്ടിലിന്റെ അടുത്ത് ചെന്ന് അവിടെ ഇരുന്ന് കയ്യിലൊക്കെ തൊട്ട് അവരോട് നമ്മൾ സാരമില്ല, ഇത് 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും,
എന്ന് പറഞ്ഞ് ആശ്വസിക്കുമ്പോൾ അവർക്ക് എന്ത് ആശ്വാസമായിരിക്കും, എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? അതാണ് അവിടെ ആ അരികിൽ വന്ന് ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത്. പത്രോസും ചെയ്യുന്നതാണ്. അകലെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയല്ല, നമ്മുടെ അരികിൽ വന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല അധ്യക്ഷനായിട്ട് ഇദ്ദേഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പുതിയ നിയമത്തിൽ സഭാപരിപാലകരെ മൂപ്പന്മാർ അഥവാ ഗ്രഹവിചാരകന്മാർ എന്നാണ് വിളിക്കുന്നത്. അതിന് 3 വേദഭാഗങ്ങൾ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 14:23, തീത്തോസ് 1:5, 1 തീമോഥെയോസ് 3:1. ഈ ഭാഗങ്ങളിലൊക്കെ സഭാപരിപാലകരെ കുറിച്ച് അവരുടെ യോഗ്യതകളെ കുറിച്ച് ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ മറ്റ് പല സ്ഥലങ്ങളിലും സന്ദർഭത്തിന് അനുസൃതമായിട്ട് വ്യത്യസ്തമായ പേരുകൾ ഉപയോഗിക്കും. സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്തമായ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ വൈഫ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും, എന്താണ് ഈ സഹോദരിയുടെ ഭർത്താവാണ് അവിടെ നിൽക്കുന്നതെന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്തായിട്ട് പറഞ്ഞു? ഭർത്താവ് എന്നുള്ള നിലയിൽ പറഞ്ഞു. എൻ്റെ പിതാവ് ഇവിടെ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ പറയും, ആ അപ്പച്ചൻ്റെ മോനാണ് അവിടെ നിന്ന് പ്രസംഗിച്ചെന്ന് പറയും. അപ്പൊ ഞാൻ ആരായി? മകനായി, അല്ലേ? എൻ്റെ മകൻ അവിടെ നിൽക്കുകയാണെങ്കിൽ പറയും, അതാണ്ട് ഇദ്ദേഹത്തിന്റെ അപ്പനാണ് അവിടെ നിന്ന് പഠിപ്പിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഞാൻ എന്തായി? അപ്പനായി. അപ്പൊ അപ്പനായി, മകനായി, ഭർത്താവായി, പലതില്ല. അപ്പൊ സാന്ദർഭികമായിട്ട് നിങ്ങൾ അർത്ഥം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പല പദങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പുതിയ നിയമത്തിൽ സഭാപരിപാലകരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അതിന് പ്രധാനമായിട്ടും നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഓടിക്കും. 7-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിരാവരെയും പ്രസംഗം നീട്ടി. 28-ാം വാക്യം കൂടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊടുക്കുക. ഞാൻ പോയ ശേഷം മതി. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു. അപ്പോൾ ഇവിടെ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത് പൗലോസ് എഫെസോസ് സഭയിലെ മൂപ്പന്മാരെ മിലേത്തേസിലേക്ക് വിളിച്ചു വരുത്തി. ആ യാത്രാമധ്യയാണ് വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് സംഭാഷിക്കുകയാണ്. അപ്പൊ ആരാണ് പൗലോസിന്റെ അടുക്കൽ വന്നത്? എഫെസോസ് സഭയിലെ മൂപ്പന്മാർ. ഇവിടെ 28-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ഇവിടെ ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചു. അപ്പോൾ ഇവിടെ മറ്റ് 2 വാക്കും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് മേയിക്കുന്നവർ, അല്ലേ? അല്ലെങ്കിൽ ഇടയന്മാർ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ പാസ്റ്റർമാർ, അല്ലേ? പിന്നെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു ജോലി തന്നിരിക്കുന്നു, അധ്യക്ഷത ചെയ്യണം. അത് പത്രോസിന്റെ ലേഖനത്തിൽ വരുമ്പോഴും ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ആട്ടിൻ കൂട്ടത്തിന് മാതൃകകളായിരുന്നു കൊണ്ട് അധ്യക്ഷത ചെയ്യണമെന്ന്. അപ്പം അധ്യക്ഷൻ. അപ്പം ഇവിടെ പറയാണ്, നിങ്ങളിലുള്ള
മൂപ്പന്മാരെ, ഞാനൊരു കൂട്ടുമൂപ്പനാണ്, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ അധ്യക്ഷത ചെയ്യുന്നു. അപ്പോൾ 3 പേരുകൾ നമുക്ക് കിട്ടി. ഒന്ന്, പരിശുദ്ധാത്മാവ് ആക്കി വെച്ച അധ്യക്ഷന്മാർ. അവർ സഭയിലെ മൂപ്പന്മാരാണ്, അവർ നയിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ ഇടയന്മാർ. അപ്പോൾ ഇവിടെ അധ്യക്ഷൻ എന്നുള്ളത് ആ സഭയില് അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ഇടയിൽ അവർക്കുള്ള സ്ഥാനത്തെയാണ് നമ്മൾ കാണുന്നത്. അധ്യക്ഷൻ എന്ന് പറയുന്നത് അവർക്കുള്ള പൊസിഷൻ, അവർ അധ്യക്ഷത ചെയ്യുന്നവരാണ്. അതാണ്. അതിന് ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, അത് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കും ഉണ്ടോ അങ്ങനെയും. ബിഷപ്പ്. ബിഷപ്പ്, അധ്യക്ഷൻ എന്നുള്ളതിനുള്ള ഒരു വാക്കാണ് ബിഷപ്പ്. അപ്പോൾ അവരുടെ പൊസിഷനാണ് നമ്മളത് കാണുന്നത്. അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത് മൂപ്പൻ. അതെന്താന്ന് ചോദിച്ചാൽ യോഗ്യതയാണ്, ക്വാളിഫിക്കേഷൻ. തീത്തോസിന്റെ ലേഖനത്തിലും തീമോഥെയോസിന്റെ ലേഖനത്തിലും നമ്മൾ അവരുടെ യോഗ്യതകളെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവരങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. അപ്പം നമുക്ക് ഇവിടെ ഒരു കോളേജിലേക്ക് ഒരു സാറിനെ എടുക്കണം എന്ന് പറയുമ്പോൾ അത് പറയാം, സുവോളജി പഠിച്ചായിരിക്കണം, PhD ഉള്ള ആളായിരിക്കണം, അങ്ങനെ ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇങ്ങനെ യോഗ്യതകൾ കൊടുക്കുന്നത് പോലെ മൂപ്പന്മാർക്കും ഒരു യോഗ്യത കൊടുത്തിട്ടുണ്ട്. അപ്പം മൂപ്പന്മാർ എന്ന് പറയുമ്പം പക്വത പ്രാപിച്ചവർ എന്നുള്ള അർത്ഥമാണ്. മനസ്സിലായി? പക്വതയുള്ളവർ, അവരുടെ ആ യോഗ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അധ്യക്ഷനായിട്ട് യോഗ്യതയുള്ള ഒരാൾ അവിടെ ഇരുന്നു പറഞ്ഞൊന്നും നടക്കത്തില്ല. അവരും ആട്ടിൻ കൂട്ടത്തെ നയിക്കണം. അപ്പൊ അവര് ഇടയന്മാരായിട്ട് മാറും. അപ്പം ഇടയൻ എന്നുള്ളത് ഉത്തരവാദിത്വമായിരിക്കുമ്പോൾ മൂപ്പൻ എന്നുള്ളത് അവരുടെ യോഗ്യതയായിരിക്കുന്നു, അധ്യക്ഷൻ എന്നുള്ളത് അവരുടെ പദവി, പൊസിഷൻ. ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം നമ്മൾ 17-ാമത്തെ വാക്യത്തിലും 28-ാമത്തെ വാക്യത്തിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അവരെ വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്. അപ്പൊ നിങ്ങളെ വിളിച്ചു വരുത്തിയത് നിങ്ങളെ അധ്യക്ഷരാക്കാനും നിങ്ങൾക്ക് യോഗ്യത ഉണ്ടോ എന്ന് നോക്കാനും അല്ല ഞാൻ വിളിച്ചത്. പിന്നെയോ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്, അത് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് വിളിച്ചതെന്നാണ് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവിടെ എന്താണെന്നറിയാമോ? അവിടെ പറയാണ്, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയിക്കണം. അതിന് നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്, ഈ മൂപ്പൻ എനിക്ക് എല്ലാ യോഗ്യതയുണ്ടെന്ന് പറഞ്ഞിരിക്കുകയല്ല, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. അപ്പൊ അധ്യക്ഷൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അപ്പം ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയാണ് വലിയ വീഴ്ച, അല്ലേ? മൂപ്പൻ വീണുപോയാ പോയി, അല്ലേ? സകലവും പോയി. അധ്യക്ഷൻ വീണാൽ എല്ലാം പോയി, തകർന്നു പോകും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ കസേര ഇരിക്കുന്നതിന് മുമ്പ് ഒന്ന് നീക്കിയിട്ടിട്ടാണ് ഇരിക്കുന്നത്. എന്താ കാര്യം? ഓഡിയോയിൽ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇരിപ്പ്, നമ്മുടെ നിൽപ്പ് എല്ലാം അതെല്ലാം സൂക്ഷ്മതയോട് ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഒന്നാമത്. രണ്ടാമത് അവിടെ പറയുന്നത്, സഭയെന്നുള്ളത് നിങ്ങളെ ഇവിടെ അധ്യക്ഷനാക്കി വെച്ചെങ്കിലും സഭയ്ക്ക് വില കൊടുത്തത് കർത്താവാണ്. അത് സ്വന്തം രക്തമാണ് കൊടുത്തത്. അങ്ങനെ കർത്താവ് വിലയ്ക്ക് വാങ്ങി ഇവിടെ വെച്ചിരിക്കുന്ന ഈ ആട്ടിൻകൂട്ടത്തെ നോക്കിക്കോണം. മനസ്സിലായോ? അപ്പം ഈ അധ്യക്ഷന്റെ ആണോ ഇയാള്? അധ്യക്ഷൻ എന്തെങ്കിലും പൈസ കൊടുത്തോ ഇയാളുകൾക്ക്? ഇല്ല. പക്ഷേ ഇതേ ശ്രേഷ്ഠൻ പറയാണ്, ഞാൻ വില കൊടുത്തു വാങ്ങിയ ഈ ആടുകളെ നിങ്ങൾ സൂക്ഷിക്കണം. അതിന് നിങ്ങളെ ഞാൻ ഈ സ്ഥാനത്തേക്ക് ആക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ആക്കി വെക്കുന്നവരിൽ ആ കൃപാവരങ്ങൾ കാണുമ്പോൾ നമുക്കവരെ ചൂണ്ടിക്കാണിക്കാനും ദൈവത്തിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കാനുമുള്ള അവകാശമുണ്ട്. അതിനാണ് ഈ ഓർഡിനേഷൻ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഒരാൾ ഇങ്ങോട്ട് വന്നു, ബിഷപ്പ് ഇങ്ങോട്ട് വന്നു ഒരാളെ അധ്യക്ഷനായിട്ട് അവരോധിക്കുകയല്ല.
ആ യോഗ്യത ഉള്ളവരെ ചൂണ്ടിക്കാണിച്ച് സഭയായി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുകയാണ്. അപ്പം ആ നടത്തുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ചുമതല ആ ആടുകൾക്കുണ്ട്. അവരെ ബോധ്യപ്പെടുത്തുകയാണ്, ഇദ്ദേഹം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്യും, ഞാൻ മേലിൽ നിന്ന് അതിന് നേതൃത്വമൊക്കെ കൊടുത്തോളാം, എന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവര് ഉണ്ട്, നിങ്ങളെ അനുസരിച്ച് ജീവിക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിക്കുകയാണ്. അതിനെ നമ്മൾ ആ കൃപാവരങ്ങൾ കണ്ടിട്ട് അതിനെ മനസ്സിലാക്കി അവരെ അതിനായിട്ട് പ്രതിഷ്ഠിക്കുന്നു, ദൈവത്തിൽ പരമേൽപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കൊരാളെ അധ്യക്ഷനാക്കി വെക്കാനുള്ള അധികാരമൊന്നും നമുക്ക് ഇല്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. ഇവിടെ പറയുന്നത് കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെയാണ് സഭ. അതിനെ മേയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നു. ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കണം. ഇപ്പം സഭയിലുള്ള എല്ലാ വ്യക്തികളെയും സൂക്ഷിക്കണം, ചെറിയവരെയും വലിയവരെയും സൂക്ഷിക്കണം, മുഴുവനെയും സൂക്ഷിക്കണം. എല്ലാവരും ഒക്കെ വന്ന് കാണുന്നു എന്ന് പറഞ്ഞാൽ പോരാ, എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല, എല്ലാവരും കൊണ്ടെന്നാ ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയാൻ പാടില്ല. മുഴുവനും എല്ലാവരും ഉണ്ടോ പേര് ചൊല്ലി വിളിക്കാൻ കഴിയണം. 1, 2, 3 തന്നെ കർത്താവ് നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന പോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളെല്ലാം എല്ലാവരുടെയും പേര് ചൊല്ലി അറ്റൻഡൻസ് എടുത്തില്ലെങ്കിലും നമ്മുടെ കണ്ണവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങനെ സൂക്ഷിക്കണം എന്ന് പറയാനൊരു കാരണം കൂടെ. അതെന്തെന്നറിയാമോ? ഞാൻ പോയ ശേഷം അല്ലല്ല, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. മനസ്സിലായോ? പൗലോസിന്റെ കാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൗലോസ് ഈ ലേഖനമൊക്കെ എഴുതിയിട്ട് സഭകളിലൊക്കെ ഓരോരുത്തരെയൊക്കെ ചുമതലപ്പെടുത്തി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് ഇത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ പോയി കഴിയുമ്പോൾ ദുരുപദേശങ്ങളുമായിട്ട് പലരും ഇവിടെ കടന്നു വരാൻ സാധ്യതയുണ്ടെന്നല്ല, പോയ ശേഷം നുഴഞ്ഞു കയറ്റക്കാർ കടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സഭയിൽ ദുരുപദേശവുമായിട്ട് കടക്കും. അതുകൊണ്ട് ആ ഉപദേശത്തിൽ നിശ്ചയമുള്ള ആളായിട്ട് ജീവിക്കും. നമ്മുടെ ഭൗതികമായ ചില മാനദണ്ഡങ്ങളുടെ പേരിൽ ഉപദേശം സ്ഥാപിക്കരുത്. ലോകപ്രകാരമുള്ള പഞ്ചായത്തിന്റെ കൂട്ട് സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിട്ട് ഉപദേശം സ്ഥാപിക്കരുത്. ദൈവത്തിന്റെ ആധിപത്യമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ജനാധിപത്യമോ ഏകാധിപത്യമോ ഒന്നുമല്ല, തിരുവചനത്തിൽ കാണുന്നത് ദൈവാധിപത്യമാണ്. ദൈവത്തിന്റെ ആധിപത്യത്തിന്റെ കീഴിലാണ് സഭ മുന്നോട്ട് പോകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അധ്യക്ഷന്മാരെ ഒക്കെ ദൈവം ആക്കി വെക്കുന്നെങ്കിലും അവരോട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഒരു പേരെടുക്കരുത്, നായകന്മാരെന്ന് പേരെടുക്കരുത് എന്നാ പറഞ്ഞത്. നിങ്ങൾ സ്വയം അങ്ങനെ ഞാൻ ഇതാണ് എന്ന് പറഞ്ഞ് എടുക്കുകയല്ല, നിങ്ങളെ ഏൽപ്പിച്ച ജോലി അങ്ങ് ചെയ്താൽ മതി, അപ്പോൾ അവരനുസരിച്ചോളും എന്നാണ് ഇവിടെ വായിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ശിക്ഷ അവർ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ, അതായത് വിശ്വാസികളെ, തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അപ്പം വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവർ എവിടുന്ന് വരുമെന്നാ പറഞ്ഞേ? നമ്മുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും. അപ്പോൾ യഥാർത്ഥമായ പത്യവചനം അത് യഥാർത്ഥമായി വിഭജിക്കുവാനായിട്ടുള്ള ഒരുക്കവും സന്നദ്ധതയും നമുക്ക് ഉണ്ടാകണം എന്നാണ് ഇവിടെ വായിക്കുന്നത്. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് ഉണർന്നിരിക്കണം. അധ്യക്ഷൻ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. എന്നിട്ട് പറയാണ്, ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി
ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നു. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. പൗലോസ് പറയാണ്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഈ കൈകൾ കൊണ്ട് പകലെല്ലാം കൂടാരപ്പണി ചെയ്ത് സന്ധ്യാസമയത്ത് തുറന്നോസിന്റെ പാഠശാലയിൽ ബൈബിൾ ക്ലാസ് നടത്തി നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി 3 വർഷക്കാലം ഞങ്ങൾ ബുദ്ധി പറഞ്ഞു തന്നത് നിങ്ങൾ ഓർത്തു. ഇപ്പം ഞാൻ പോവുകയാണ്, ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു, ആ വചനത്തിൽ പരമേൽപ്പിക്കുന്നു. ഉണർന്നിരിക്കണം, സൂക്ഷിച്ചു കൊള്ളണം എന്ന ഉത്തരവാദിത്വമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം മൂപ്പന്റെ ഒരു ആ ചുമതലകളുടെ ആ കഷ്ടത നമുക്ക് മനസ്സിലായി അല്ലേ. മൂപ്പൻ എന്ന നിലയിൽ സന്തോഷിക്കുകയല്ല, പിന്നെയോ കഷ്ടത സഹിക്കുകയാണ്. ഈ പുസ്തകത്തിൽ മുഴുവനും കഷ്ടതയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മൂപ്പൻ എന്ന നിലയിലും എന്തുകൊണ്ട് കഷ്ടത. ഇതൊരു വലിയ ത്യാഗം തന്നെ അല്ലേ. ഓരോരുത്തരെയും കാണുക, ഓരോരുത്തരെയും കണ്ടെത്തുക എന്നൊക്കെ ഉള്ളത് വലിയ ഒരു ഉത്തരവാദിത്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സഭയുടെ അധ്യക്ഷന്മാർക്ക് പ്രത്യേകമായ 2 ചുമതലകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒന്ന്, ഗൃഹവിചാരകൻ അഥവാ മേൽനോട്ടക്കാരൻ എന്ന നിലയിൽ അവർ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ശിക്ഷണം നടത്തുകയും വേണം. ഗൃഹവിചാരകൻ അഥവാ മേൽനോട്ടക്കാരൻ എന്ന നിലയിൽ സഭാപരിപാലകന്മാർ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ശിക്ഷണം നടത്തുകയും വേണം. അതിന് നമുക്ക് തീമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഇതിനോടനുബന്ധിച്ച് നമുക്ക് വായിക്കാം. 2 തീമോഥെയോസ് 4-ന്റെ 2-ാമത്തെ വാക്യം. സത്യം ചെയ്ത് കൽപ്പിച്ചിട്ടുണ്ട്. വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുക്കി നിൽക്കാം, സകല ക്ഷമയോടും ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കാം, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. മതി. ഇവിടെ വായിക്കുന്നു, വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കണം, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇത് ഒരു ഗൃഹവിചാരകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മേൽനോട്ടക്കാരൻ എന്ന നിലയിൽ ഒരു ഇടയന്റെ ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 2-ാമത്തെ കാര്യം, ഇടയൻ എന്ന നിലയിൽ ആട്ടിൻകൂട്ടത്തെ പോഷിപ്പിക്കുകയും ചെന്നായുടെ കയ്യിൽ നിന്ന് പരിരക്ഷിക്കുകയും വേണം. അപ്പോൾ ഇടയൻ എന്ന നിലയിൽ ആട്ടിൻകൂട്ടത്തിന് ആഹാരം കൊടുക്കണം, പരിപോഷിപ്പിക്കണം, അവന്റെ രോഗത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം, അവന്റെ വീഴ്ചയെക്കുറിച്ച് ശ്രദ്ധിക്കണം, തെറ്റിപ്പോയാൽ ശരിയായ പാതയിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീരണം. അങ്ങനെ ആട്ടിൻകൂട്ടത്തെ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചെന്നായുടെ കയ്യിൽ നിന്നും രക്ഷിക്കും. ആ ചെന്നായ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ദുരുപദേശക്കാരെ കുറിച്ചാണ്. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 28 നമ്മൾ വിശദമായി ചിന്തിച്ചു. ഒരു വാക്യം കൂടെ നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും
ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിൽ ഇടുന്നു. അപ്പോൾ ഇവിടെ താഴോട്ട് കർത്താവ് ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീരെന്ന് തീർത്തു പറയും. അപ്പോൾ ഇവിടെ സഭയിൽ പ്രവേശിക്കുന്ന ചില വ്യക്തികൾ അവർ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് അവകാശപ്പെടുന്നവരാണ്. എന്നാൽ കർത്താവ് അവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് പലരും കർത്താവിനെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത്. എന്നാൽ കർത്താവ് നമ്മെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ അതൊരു പ്രത്യേകതയാണ്. ഇപ്പം നമ്മൾ രാവിലെ അങ്ങോട്ട് വന്നപ്പം അടുത്ത വീട്ടിൽ നിന്ന് ഒരു അമ്മാമ്മ പറഞ്ഞു, ഈ കുഞ്ഞിനെയും കൂടെ ആ അംഗൻവാടിയിലേക്കൊന്ന് വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ പോരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു. ഇവിടെ അടുത്ത് കുഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ കയ്യെ പിടിച്ചോളൂ, എൻ്റെ കയ്യെ പിടിച്ചോളാം. കൊച്ചു നമ്മുടെ കയ്യെ പിടിച്ചു. കുറച്ചങ്ങോട്ട് നടന്നപ്പം ഒരു വീട്ടുമുറ്റത്ത് ചെന്നപ്പം അവിടെ റോസാ ചെടിയിൽ നല്ല പൂക്കൾ. കുഞ്ഞെന്ത് ചെയ്തു? കയ്യെ എഴുതി വിട്ടിട്ട് ഒറ്റ ഓട്ടം ഓടിച്ചെന്ന് ഈ പൂ പറിച്ചു. അതിൻ്റെ പുറത്ത് മുള്ളുകൊണ്ട് അടുത്തുള്ള പട്ടി കടിക്കാൻ ഓടിച്ചു. ടെറസിന്റെ മേളിൽ നിന്ന വീട്ടുകാരും പഴുത്തു. എന്തെല്ലാം അനർത്ഥങ്ങളാണ് കൊണ്ടുവന്നത്. എന്നാൽ തിരിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക, കുഞ്ഞെന്ന് പറഞ്ഞിട്ട് അതിന്റെ കയ്യെ നമ്മൾ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഈ സ്ഥലത്ത് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? കൈ വെട്ടിക്കുന്നതാണെന്ന് ചോദിക്കുക, എന്താ ഇത് പ്രശ്നം? അവിടെ പൂ നിൽക്കുന്നു, എനിക്കൊരു പൂ വേണം എന്ന് പറഞ്ഞു. അവിടെ നിൽക്ക് അതുകൊണ്ട് ആ ചെടി നട്ടുപിടിപ്പിച്ചൊരു കൊച്ചുണ്ട് ആ ടെറസിന്റെ മേളിൽ നിൽക്കുന്നു. അപ്പുറത്ത് പട്ടി അവിടെ കിടക്കുന്ന കണ്ടോ? മാത്രമല്ല ആ ചെടിക്ക് മുള്ളുണ്ട്. നിനക്ക് ആ മുള്ളിൻ്റെ ഇടയിൽ നിന്ന് പറിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പൊ 3 പ്രതിസന്ധികൾ ഇവിടെ നിൽക്കുമ്പോൾ നീ എവിടെയാ പോകുന്നത്? അല്ല, എനിക്ക് ആ പൂ വേണം. നീ അവിടെ നിൽക്ക്, ഞാൻ ചോദിക്കട്ടെ. ചോദിച്ച് ആ പൂ അവരുടെ അനുവാദത്തോടു കൂടെ അല്ലെങ്കിൽ അവർ തന്നെ പറിച്ച് തരുമ്പോൾ ഈ കുഞ്ഞിനത് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ പിടിച്ചുകൊണ്ടുള്ള യാത്രയും എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ ഇട്ടിട്ട് വേറെ വഴിക്ക് പോകുന്നതുമായ ഒരു ഇടപാടുണ്ടാകും. 73-ാം സങ്കീർത്തനം നാം വായിക്കുന്നു, നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ ചേർക്കും. 73-ാം സങ്കീർത്തനം വാക്യം 24 ശ്രദ്ധിക്കായിരിക്കാം, നിങ്ങൾ നോക്കി. 73, നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് ചേർത്തു. 23-ാം വാക്യം, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊണ്ടു. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ കർത്താവിനെ പിടിച്ചു നടക്കുന്നവരായിട്ടല്ല, കർത്താവിന്റെ കാര്യങ്ങളിൽ കർത്താവെ നീ എന്നെ പിടിച്ചുകൊള്ളണമേ എന്ന് പറഞ്ഞ് സമ്പൂർണമായി സമർപ്പിക്കുന്ന ഒരു അനുഭവം. എന്തെങ്കിലും കാണുമ്പം കർത്താവിനെ ഇട്ടിട്ട് നമുക്ക് പോവാം. ഇന്ന് പൊതുവേ നമ്മുടെ സമൂഹങ്ങളിൽ കാണുന്നൊരു കാര്യമുണ്ട്. എല്ലാവർക്കും ജർമ്മനിയിലും UK ഒക്കെ പോവാം. ഇപ്പം പലരും പോകുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. എൻ്റെ മോന് UK ഇപ്പോൾ താമസിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കും, മക്കളെ പോകുന്നിടത്ത് ഒരു ആരാധനാ സ്ഥലമുണ്ടോ? ഏതെങ്കിലും ഒരു ചർച്ചിൽ പോകാൻ നിങ്ങൾക്കൊരു അവസരമുണ്ടോ? അവിടെ സഭകളൊന്നുമില്ല. പിന്നെ നീ എന്തിനാ പോകുന്നത്? എല്ലാവരും അവിടെ പോയി പഠിക്കുന്നേ. വലിയ ചെലവില്ല, പോകാം. പിന്നെ ജർമ്മൻ ഭാഷ ഒന്ന് പഠിച്ചാൽ മതി. അധ്വാനം തന്നെ അധ്വാനം.
പക്ഷേ എവിടെ പോകുന്നേ? കർത്താവ് പറഞ്ഞു കർത്താവിനെ ആരാധിക്കാത്തൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ആഹാരം തരത്തില്ലേ? ദൈവം തരത്തില്ലേ? ഇവിടെ നിൽക്കുന്നവർക്കൊന്നും വീടില്ലാതിരിക്കുകയാണോ? ഇവിടെ ഉള്ളവരെല്ലാം വസ്ത്രം ധരിക്കുന്നതെന്ന് പറയുന്നത് ഒന്നുമല്ല. അവിടെ ചെന്നാലും ഇവിടെ ചെന്നാലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ 10 കിലോ ബിരിയാണി ഉച്ചയ്ക്ക് കിട്ടിയാൽ നമ്മൾ എത്ര കഴിക്കും? കഴിക്കും. നല്ല വിശിഷ്ടമായ 10 ഉടുപ്പ് നമുക്ക് കിട്ടിയാൽ എത്ര ഉടുപ്പിട്ടോണ്ട് വരും? ഉടുപ്പിട്ടുണ്ട് വരാൻ പറ്റും അല്ലേ? അപ്പം ബാക്കി എല്ലാം അധികമായിട്ടിരിക്കത്തേ ഉള്ളൂ. അത് നമുക്ക് പ്രയോജനമില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും എന്ത് തിരഞ്ഞെടുത്താലും മുമ്പേ അവിടുത്തെ രാജ്യവും പിന്നെ അവിടുത്തെ നീതി ദൈവഹിതം തിരിച്ചറിഞ്ഞു വേണം നമ്മൾ പുറത്തേക്ക് പോകാൻ. ഒന്നാമത് എൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ എനിക്ക് സാധിക്കുമോ എന്നത്. ചിലയിടത്തൊക്കെ പറഞ്ഞാൽ സഭയിലെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതറിയാം? മോനെ നീ എവിടെ പോകുന്നേ? എന്നെടുത്താൽ അടുത്ത പണി എന്താണ്? അവിടെ ആ പരിസരത്ത് എവിടെയെങ്കിലും സുവിശേഷന്മാരുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് നമ്മുടെ പണി. എന്നിട്ട് അവരോട് പറയും ഞങ്ങളുടെ ഇവിടുന്ന് ഒരാൾ അവിടെ വരുന്നുണ്ട്, അവനെ നോക്കിക്കോളേട്ട്. മനസ്സിലായോ? അതാ അടുത്ത്. നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുന്നു. എന്നാൽ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ കർത്താവായി ഹൃദയങ്ങളിൽ വിശദീകരിക്കണം. അവിടുത്തെ ഇഷ്ടം അറിയണം. അവിടുന്ന് തരുന്നത് കഷ്ടതയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും സമ്പത്താണെങ്കിലും അത് ദൈവ ഇഷ്ടത്തിനനുസൃതമാണോ എന്ന് പരിശോധിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അല്ലാതെ ലോകത്തിൽ നിങ്ങൾ വേറെ വിദേശ രാജ്യങ്ങളിൽ പോകരുതെന്നോ ജോലി ചെയ്യരുതെന്നോ പഠിക്കരുതെന്നോ ഞാൻ എന്നോട് പറഞ്ഞില്ല. പക്ഷെ ആദ്യം മുമ്പേ അവിടുത്തെ രാജ്യവും അന്വേഷിക്കാം. ഒരു കൂട്ട് സഹോദരനെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടാത്ത സ്ഥാനത്തേക്ക് നമ്മൾ പോയാൽ എന്ത് ചെയ്യും? 3 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും. പറയും ഞാനായിരുന്ന പ്രദേശത്ത് കൂട്ടായ്മകളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ 3 വർഷം ആരാധിക്കാൻ കഴിഞ്ഞില്ല. ആ അവസ്ഥ നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിദേശത്തെ കാണിക്കല്ല, ആ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ആ കർത്താവിനെ കാണിക്കുവാനായിട്ട് ഇടയാകും. 121 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത് എന്താ? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം ഇവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഒരിക്കലും ഒരു ബ്രിട്ടീഷുകാരൻ എനിക്കൊരു ഇംഗ്ലീഷ് ബൈബിൾ തന്നു. നീ പറഞ്ഞു നിന്റെ ബൈബിളൊക്കെ മാറ്റിച്ചിട്ട് ഈ ബൈബിൾ വായിക്കും എന്ന് പറയും. അപ്പം ആ ബൈബിളിലുള്ള പ്രത്യേകത വളരെ സിമ്പിൾ ഇംഗ്ലീഷാണ്. നമുക്ക് ഇങ്ങനെ ഈ കോംപ്ലക്സ് സെന്റൻസ് ഒന്നും ഇല്ല, എല്ലാം സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ അതിൽ ഞാനിങ്ങനെ ഇത് വായിച്ചു വരുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എന്നാലും ചിലയിടത്തൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അത് വായിച്ചു വന്നപ്പം അതിൻ്റെ അകത്ത് ഈ ഭാഗം വേറെ രീതിയിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്നല്ല, ഉയർത്തണമോന്ന്. മനസ്സിലായി? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തണമോ? എന്നിട്ട് പറയാ നോ, നെവർ, ഉയർത്തണ്ട. പിന്നെ ഈ പർവ്വതത്തെയും ആകാശത്തെയും ഉണ്ടാക്കി ദൈവത്തെങ്കിലേക്ക് നീ കണ്ണുകൾ. അതിന്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചുറ്റും ചില പർവ്വതങ്ങളൊക്കെ ഉണ്ട് അല്ലേ? സമ്പത്തുള്ളവരെ, വിദ്യാഭ്യാസമുള്ളവരെ, അങ്ങനെ പല നിലകളിൽ ഉള്ളവരുണ്ട്. നമ്മുടെ കണ്ണെല്ലാം അവിടേക്കാണ് അല്ലേ? കർത്താവ് പറയാണ് നമ്മുടെ കൊച്ചുങ്ങൾക്ക് നമ്മൾ UK കുറിച്ച് പഠിപ്പിക്കുകയല്ല, കാനഡയെ കുറിച്ച് പഠിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ വേറെ അറിയാത്ത ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു പയ്യൻ ഇവിടെ പഠിക്കാൻ പോയി. സ്ഥലം എവിടെയാന്ന് പോലും എനിക്കറിയത്തില്ല ഈ ലോകത്ത്, ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക്, അതോ ആഫ്രിക്കൻ കൺട്രീസിലൂടെ ഒരേ ലക്ഷ്യമുള്ളൂ, മെഡിസിൻ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അപ്പം നമ്മൾ ഈ ലോകത്തിലെ പർവ്വതങ്ങളെ അല്ല നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ഈ പർവ്വതങ്ങളെയും സൃഷ്ടിച്ച, ആകാശത്തെയും സൃഷ്ടിച്ച ഒരു കർത്താവാണ്. ആ വ്യക്തിയെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണം. ആ വ്യക്തിയെ എനിക്ക് വളരെ ഭയം തോന്നിയിട്ടുള്ളതും വളരെ സന്തോഷം തോന്നിയിട്ടുള്ളതുമായ ഒരു വാക്യം, യാക്കോബ് തൻ്റെ പിതാവായ ഇസാക്കിന് ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു. പറഞ്ഞ ദൈവത്തെ ചൊല്ലി സത്യം ചെയ്തു എന്ന് പറയേണ്ടതിന് പകരം പറയാണ്, യാക്കോബ് തൻ്റെ പിതാവിന് ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു. അപ്പം യാക്കോബിന്റെ പിതാവായ ഇസഹാക്കിന്
ആരുടെയും മുൻപിൽ കിടങ്ങുന്നവരല്ല. പക്ഷേ ഈ ദൈവത്തിന്റെ കാര്യം പറഞ്ഞ ഈ യാക്കോബിന് കിടുകില, വിറയില, ഭയത്തോടും വിറയലോടും കൂടെയാണ് ആ സന്ധി മുട്ടുവെക്കുന്നത്. ആ പിതാവിന്റെ ദൈവത്തെ ചൊല്ലിയാണ് അവൻ സത്യം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദൈവത്തെ എങ്ങനെയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ ചില പിള്ളേരോട് ചോദിക്കും, എന്താണ് നീ സൺഡേ സ്കൂളിൽ വരാഞ്ഞ്, എന്താ യൂത്ത് മീറ്റിംഗ് വരാഞ്ഞ്? ട്യൂഷനായിരുന്നു. പിന്നെ മാതാപിതാക്കളെ കാണുമ്പോൾ അവന് കണക്കിന് വെറും മോശം. ഞായറാഴ്ച രാവിലെ ഉള്ളൂ വർഗീസ് സാറ് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? വർഗീസ് സാറിനെ നമുക്ക് ഞായറാഴ്ച രാവിലെ കിട്ടും. വർഗീസ് സാറ് പഠിപ്പിച്ചില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് 90 മാർക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം പുലർത്തും, തീർച്ചയായിട്ടും പുലർത്തും. ഒരു പ്രശ്നമില്ല. പക്ഷേ അവർക്ക് സൺഡേ സ്കൂളിൽ കൊടുക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് നമ്മൾ അവർക്ക് ലോകത്തിന്റെ ജ്ഞാനം കുത്തി നിറച്ചാൽ പിന്നെ ദൈവത്തിന് അവരുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലാതെ പോകും. അവർ പോകുന്ന ഇടത്ത് അവര് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്തവരായിട്ട് ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടു. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, പക്ഷെ അടുത്ത തലമുറ നശിച്ചു. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്നവരായി ഈ ലോകത്തിലുള്ള നന്മയല്ല, ഉയരത്തിലുള്ള ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സമയം വളരെ വേഗത്തിൽ പോവുകയാണ്. അപ്പോൾ ഈ അധ്യക്ഷന്മാർക്ക് ഉള്ള ചുമതല നമ്മൾ പറഞ്ഞു. ആട്ടിൻകൂട്ടത്തെ മേയിക്കണം, മാതൃകകളായിരിക്കണം, അധ്യക്ഷത ചെയ്യണം. അപ്പം ഇവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് 4-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഇടയശ്രേഷ്ഠൻ എന്ന് പറയുന്നത് സെൻട്രൽ പാസ്റ്റർ. മനസ്സിലായോ? നമ്മുടെ പാസ്റ്ററും പിന്നെ സെൻട്രൽ പാസ്റ്റർ. ആരാ സെൻട്രൽ പാസ്റ്റർ? കർത്താവ്. ആ കർത്താവ് ഒരു ദിവസം പ്രത്യക്ഷനാകും. ആ കർത്താവ് വില കൊടുത്ത്, തന്റെ രക്തം വില കൊടുത്ത് സമ്പാദിച്ചിട്ട് നമ്മുടെ കയ്യിലോട്ട് തന്നെ ഈ ആട്ടിൻകൂട്ടത്തെ വേയിച്ചോണ്ട് പറഞ്ഞിട്ട് പോയി. ആ പറഞ്ഞ ആള് മടങ്ങി വരുമ്പോൾ ദൈവം നിങ്ങൾക്ക് വാടാത്ത കിരീടം. ഈ ലോകത്തിൽ നമ്മൾ അധ്യക്ഷ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ദുഃഖമായിരിക്കും കിട്ടുന്നത്, പ്രയാസമായിരിക്കും കിട്ടുന്നത്, നിന്നെയും പരിഹാസമായിരിക്കും കിട്ടുന്നത്, ദുഷിയായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷേ കർത്താവ് വരുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ പ്രവൃത്തിയെ അറിയുന്ന ദൈവമുണ്ട്. നീ എവിടെ ഇരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. നീ എവിടെ ആയിരിക്കുന്നു? നീ സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ് അറിയുന്നത്, പക്ഷെ ഞാൻ നിന്നെ കാണുന്നത്, അറിയുന്നു. നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് പാടാത്ത കിരീടം പ്രാപിക്കുവാനായിട്ട് ഇടയാണ്. ഇനി മൂപ്പന്മാരുടെ കാര്യം തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇളയവരുടെ കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങി, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുക. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് ഉള്ള സഹോദര വർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ, അഥവാ സാത്താനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. ഇപ്പോൾ ഇവിടെ നമ്മള് ഒന്നാമതായിട്ട് ഇളയവരെ, അതായത് മൂപ്പന്മാരുടെ കീഴിലുള്ള ആട്ടിൻകൂട്ടത്തോട് പറയുകയാണ്, ഒന്നാമത് നിങ്ങൾ താഴ്മ ധരിക്കണം.
ഒന്ന് രണ്ട് വാക്യങ്ങൾ പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വേഗത്തിൽ ഓരോരുത്തരായിട്ട് ഒന്ന് ഉച്ചത്തിൽ വായിച്ചാൽ വളരെ നന്നായിരിക്കും. റോമാലേഖനം 13-1 വാക്യം. റോമർ 13:1. അപ്പൊ ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരികൾക്ക് കീഴ്പ്പെടും. അപ്പൊ ദൈവം അധികാരപ്പെടുത്തി സഭയിൽ അധ്യക്ഷനെ ആക്കി വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? കീഴടങ്ങുക എന്നുള്ളത്, താഴ്മ ധരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടപ്പാട്. അടുത്തത് 1 കൊരിന്ത്യർ 16:15 വാക്യം. അവിടെ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എഫെസ്യ ലേഖനം 5:21-22 വാക്യം. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടു. 6:1-5 വാക്യങ്ങൾ. 6-ാമത്തെ 5-ാമത്തെ വാക്യങ്ങൾ. ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറലോടും കൂടെ അനുസരിക്കുന്നു. ഇവിടെ താഴ്മ ധരിക്കേണ്ടതിന്റെ, കീഴടങ്ങിയിരിക്കേണ്ടതിന്റെ ആവശ്യകത ഈ വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. നമുക്ക് പിന്നെ നാം എന്ത് ചെയ്യണം? താഴ്മയുള്ളവരായിട്ട് 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കണം. അപ്പം വിശ്വാസികൾ താഴ്മ ധരിക്കണം. രണ്ടാമത് 6-7 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. അപ്പോൾ ദൈവം നമുക്കായിട്ട് കരുതുന്നു. നമുക്ക് വരുന്ന എല്ലാ പരീക്ഷകളിലും ആത്യന്തികമായി നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുവാൻ അവിടുത്തേക്ക് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അനുബന്ധമായി നമുക്ക് റോമാലേഖനം 8-ാം-അധ്യായം-28 വാക്യവും അപ്പൊ നമ്മുടെ പരീക്ഷകളിൽ, പ്രതിസന്ധികളിൽ ഒക്കെ നമ്മൾ അകപ്പെടുമ്പോഴും നമ്മൾ താഴ്മയുള്ളവരായി നമ്മുടെ പ്രശ്നങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിച്ചാൽ അവിടെ അത് നമുക്ക് നന്മയ്ക്കായിട്ട് മാറ്റുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു എന്ന് നാം അറിയാം. ദൈവം വാസ്തവമായി നമ്മെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ സ്വന്തം ആട്ടിൻകൂട്ടത്തിന്റെ അംഗമായിട്ട് നമ്മളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി നന്മ കരുതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 12-ാം-അധ്യായത്തിന്റെ 7-11 വാക്യങ്ങളിലും ഇക്കാര്യം നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗല ദേവന്മാരല്ല. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോകുമല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? ഇപ്പോൾ ദൈവമക്കളാകുന്ന നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ ദൈവവും നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയുന്നത് നമ്മെ രക്ഷിച്ച ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നതാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം-അധ്യായം 11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചബോധങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും
നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. അപ്പം ദൈവകൃപ ഉദിച്ചത് നമുക്ക് എല്ലാവർക്കും രക്ഷയ്ക്ക് കാരണമാക്കുന്നു എന്നാണ്. എന്നാൽ അതിന്റെ അവസാനത്തിൽ 14-ാം വാക്യത്തിൽ 13-ന്റെ അവസാനം നാം വായിക്കുന്നു, ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഇവിടെ അവൻ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അത് എന്ന പ്രയോഗം ഏതിനെ ഉദ്ദേശിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയ്ക്ക് കാരണമാക്കിയ ദൈവകൃപ. അപ്പൊ നമ്മെ ശിക്ഷിക്കുന്നതും ദൈവത്തിന്റെ കൃപയാണ്. മനസ്സിലായോ? രക്ഷിച്ച ആ ദൈവകൃപ തന്നെ നമ്മെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. എന്തിന്? ഇത് കൊള്ളാമല്ലേ. ഇവിടെ വായിക്കുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരണം. അപ്പോൾ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കണം, ചില കാര്യങ്ങൾ സ്വീകരിക്കണം. ഇവിടെ വർജനം എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നു. എന്തൊക്കെയാണ് വർജിക്കേണ്ടത്? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളിലും, ഈ ലോകത്തിന്റെ മോഹം. പൗലോസ് പറഞ്ഞ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കാനാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ മുമ്പിൽ പ്രപഞ്ചമോഹങ്ങൾ വന്ന് നിൽക്കുക. അതിനോടൊപ്പം വരുന്ന ഒരു കാര്യമാണ് ഭക്തികേട്. മനസ്സിലായോ? പക്ഷെ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വർജിക്കണം. പഥ്യ ഉപദേശം. എന്നാൽ കഷായമൊക്കെ കുടിക്കുമ്പം പറയത്തില്ലേ, ഇന്ന കഴിക്കരുത്, ഇന്ന മീൻ കഴിക്കരുത്, ഇന്ന അരി കഴിക്കരുത്, പാല് കഴിക്കരുത്, മോര് കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വർജനം ആവശ്യമാണ്. ഓട്ടക്കളത്തിൽ ഓടുമ്പം കയ്യും കൊട്ടും പാറ്റും ഒക്കെ ഇട്ടുണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടാണ്. അവിടെ നമുക്കൊരു ലക്ഷ്യമുള്ളൂ, ഓട്ടത്തിൽ ജയിക്കണമെന്നല്ല, അല്ലാതെ സൗന്ദര്യം കാണിക്കണമെന്നാണ് അല്ല. അപ്പൊ ഇതുപോലെ നമ്മുടെ ഇവിടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ വെളിപ്പെടുത്തുന്നവരായി, നമ്മുടെ ഔന്നിത്യം കാണിക്കുന്നതായി തീരുക എന്നുള്ളതല്ല ഇവിടെ ലക്ഷ്യത്തിലേക്ക് ഓടുക എന്നുള്ളതാണ്. ഇപ്പം ഈ കാര്യങ്ങൾ വർജിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സുബോധത്തോടെ ജീവിക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, നാശകരമായ കുഴിയിൽ നിന്ന് പാറമേൽ കരകയറ്റി പാറമേൽ നിർത്തിയിരിക്കുന്ന ക്രിസ്തു ആകുന്ന പാറമേൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതാ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ ബുദ്ധന്മാരുമായവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ബോധ്യം നമുക്കുണ്ടാകണം. പിന്നെന്താ പറയുന്നത്? നീതിയോടെ ജീവിക്കണം. പിന്നെ നമ്മൾ വായിക്കുന്നത് ദൈവഭക്തിയോടെ ജീവിക്കണം. ദൈവഭക്തി എന്ന് പറയുമ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവരാണ്, ആരാധിക്കുന്നവർക്ക് മാത്രമല്ല. മുമ്പേ നമ്മൾ ഓർത്തതുപോലെ ഇസഹാക്കിന് ആരെ ഭയമായി? ആ ഒരു ഭയം, ദൈവഭയം സർവ്വജയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക എന്നാണ് ഇബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രപഞ്ചമോഹങ്ങൾ വർജിക്കണം, സുബോധത്തോടെ ജീവിക്കണം, നീതിയോടെ ജീവിക്കണം, ദൈവഭക്തിയോടെ ജീവിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അപ്പം നമ്മള് ഒന്ന് പറഞ്ഞു, താഴ്മ ധരിക്കുക. രണ്ടാമത് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുക. പിന്നെ നമ്മുടെ സകല ചിന്താകുലം, ഒരു കാര്യം ചിന്തിച്ചാൽ പിന്നെ അതിന്റെ പുറകെ വരുന്ന കാര്യമാണ് ആകുലത. ആ കാര്യം എങ്ങനെ സാധിക്കും അല്ലേ? അത് എന്തോ ആകും, ഞാൻ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആകുലതകൾ കൊണ്ട് നമ്മളെ ഒന്നിനെ ചുറ്റിവരും. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യണം, ഇതെല്ലാം ദൈവത്തിന്റെ കാര്യങ്ങളിലോട്ട് ഇറക്കി. നമ്മളും ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് പോകും. തിരിച്ചു പോരുമ്പോ എന്ത് ചെയ്യും? ഇറക്കി വെച്ച ഭാരം എടുത്തൊഴിഞ്ഞ് പോരും അല്ലേ? അങ്ങനെയല്ല. ഹന്ന പ്രാർത്ഥിച്ചു,
എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു എന്ന ഹന്ന പറഞ്ഞു. അങ്ങോട്ട് പകരാൻ പോയപ്പം വാടിയ മുഖമായിരുന്നു. തിരിച്ചു പോരുന്നപ്പം പറഞ്ഞ പിന്നെ അവളുടെ മുഖം വാടിയില്ല എന്നാണ്. ദൈവസന്നിധിയിൽ നിങ്ങളുടെ ചിന്താകുലങ്ങൾ ഇറക്കി വെച്ചാൽ പിന്നെ ഒരു വാടിയ മുഖത്തിന്റെ ആവശ്യകത ഇല്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങൾക്ക് വേണ്ടി കരുതും. അന്ധവിശ്വാസത്തോടു കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട്, ഇറക്കി വയ്ക്കുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. സങ്കീർത്തനം 55:22. അതുപോലെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലും ദൈവത്തിൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാനായിട്ട് നമ്മളോട് കർത്താവ് പറയുന്നു. 6:25 മുതൽ 34 വരെയുള്ള വേദഭാഗത്ത് നമ്മുടെ ഭാരം ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ നാം ചോദിച്ചതെല്ലാം കിട്ടും എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് അവൻ നമ്മെ നിറയ്ക്കും. ഫിലിപ്പി ലേഖനം 4:6-7 വാക്യങ്ങൾ. അപ്പോൾ നാം നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും. അപ്പോൾ നമ്മൾ ഇറക്കി വെച്ച പ്രശ്നത്തിന് പരിഹാരം തരുമെന്നല്ല ഇവിടെ പറയുന്നത്. എൻ്റെ ദൈവം ജീവിക്കുന്നു, ഞാനുണ്ട്, ഞാൻ നോക്കിക്കോളാം എന്നുള്ള ആ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഇതറിയാം, അറിയിക്കേണ്ട അടുത്ത് അറിയിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിനെക്കുറിച്ച് വിചാരപ്പെടുന്നതേ ഇല്ല. എൻ്റെ ഹൃദയം ആകുലത മാറിയിട്ട് കർത്താവ് തരുന്ന സമാധാനം എൻ്റെ ജീവിതത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് ആ ആവശ്യം നിറവേറുകയോ ഇല്ലയോ എന്നുള്ളതല്ല. ചിലപ്പോൾ നമുക്കത് പ്രയോജനമില്ലാത്തതാണെങ്കിൽ കർത്താവ് തരത്തില്ല. മനസ്സിലായോ? മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? വിശന്ന് അപ്പനും മോനും കൂടി ഇങ്ങനെ മരുഭൂമിയിലൂടെ പോവുക, നല്ല വട്ടയപ്പം മാതിരിയുള്ള കല്ലുകൾ കിടക്കുന്നു. അപ്പം മകൻ പറയാ, എനിക്ക് ആ അപ്പം വേണം, ഞാൻ എടുത്തോണ്ട് വരട്ടെ, ഇങ്ങോട്ട് വാങ്ങലും ഇങ്ങോട്ട് മാറാ, അത് അപ്പമൊന്നുമല്ല. കല്ലെടുത്ത് അവന് കൊടുക്കും, എന്നാ നീ തിന്ന് എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് കൊടുക്കും. ചില തേളുകൾ, പ്രത്യേക തരം തേളുകൾ, അത് ഇവിടത്തിന് ചുരുണ്ട് കിടന്ന മുട്ടയാന്ന് തോന്നും. മനസ്സിലായി? മുട്ട ചോദിച്ചാൽ തേളിനെ എടുത്ത് കൊടുക്കത്തില്ല. അപ്പം ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുക, അല്ലാതെ കടിക്കുന്ന തേളിനെ കൊടുക്കാനും കടിച്ചാൽ പൊട്ടാത്ത കല്ലെടുത്ത് കൊടുക്കാനും ഒന്നും നിങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ ദൈവവും നിങ്ങളെ ശോധന ചെയ്ത് ഇത് നിങ്ങൾക്ക് ആവശ്യമോ ഇല്ലയോ എന്ന് അറിയാവുന്ന കർത്താവ് നമുക്ക് ചിലത് തരാതിരിക്കും. അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അല്ലാതെ എനിക്ക് കല്ല് കിട്ടിയേ മതിയാകൂ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്. അത് സൂപ്പർ അപ്പമാണ്, എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ്. ചില മീനുകളെ പോലെ പോകുന്ന പാമ്പുണ്ട്. ആ മീനിനെ ഇനി പിടിക്കുക എന്ന് പറഞ്ഞാൽ നീർക്കോലിയെ പിടിച്ചു കൊടുക്കുമോ? കൊടുക്കത്തില്ല. അപ്പം ദൈവം, നമുക്ക് തിരിച്ചറിവില്ല, നമ്മൾ ശിശുക്കളാണ്, നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല. നമ്മളൊരു കേൾവി കേട്ടു, അത് നല്ലതാണെന്ന് തോന്നി, പക്ഷേ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നല്ലത് നമുക്ക് തരും, വേണ്ടാത്തത് നമുക്ക് തരില്ല. പിന്നെ ഒരു വലിയ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കും. എൻ്റെ പിതാവ് എനിക്ക് ആഹാരം തരുവാൻ കഴിവുള്ള. ഇവിടെ വെച്ച് തന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ, പട്ടണത്തിൽ ചെല്ലുമ്പോൾ നല്ല ഹോട്ടലിൽ നിന്ന് മേടിച്ച് തരാൻ ശക്തനാണ് എൻ്റെ പിതാവ് എന്നുള്ള വിശ്വാസം പോലെ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവികമായ സമാധാനം കൊണ്ട് നമ്മെ നിറയ്ക്കും എന്നുള്ളതാണ്. 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, നിർമ്മതരായിരിക്കുക, അഹങ്കാരമില്ലാത്തവരായിരിക്കുക. ഞാൻ ദൈവോഹിതനാണ്, ഞാൻ വിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞു വലിയ നികളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉണർന്നിരിക്കണം. ഉണർന്ന്, ഞാൻ ചില ആളുകൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്ന എയർഫോഴ്സുകാരുടെ ക്യാമ്പിൻ്റെ അടുത്ത് താമസിച്ചിരുന്നു എൻ്റെ ജ്യേഷ്ഠനോടൊപ്പം. അപ്പം
അവിടെ ആ ക്യാമ്പിലെ ജ്യേഷ്ഠന് പ്രാർത്ഥനയൊക്കെ നടത്താനായിട്ട് പോകുമ്പം പുള്ളിക്ക് പാസ്സൊക്കെ ഉണ്ട് അതിനകത്ത് പോകാൻ. ഞങ്ങളുടെയും കൂടെ കൊണ്ടുപോകും കാണാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാം ശ്രദ്ധിക്കും. അപ്പം 4 മൂലയ്ക്കും ആകാശം മുട്ടുള്ള ഗോപുരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ കശുവണ്ടി ഫാക്ടറിയിലൊക്കെ ചിമ്മിനി ഉയർത്തുന്ന പോലെ. അതിൻ്റെ മേളിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുക. എന്നിട്ടാൽ ഇങ്ങനെ കറങ്ങി 4 വശത്തോട് നോക്കിയിരിക്കണം. 6 മണിക്കൂറോ 4 മണിക്കൂറോ അങ്ങനെ നിന്നാൽ മതി. പക്ഷേ അവിടെ ഇരിക്കാൻ പറ്റില്ല. കയ്യിൽ തോക്കുണ്ട്, ഇങ്ങനെ കറങ്ങി നിൽക്കണം. മനസ്സിലായി? ഡ്യൂട്ടി മാറി വേറെ ആൾ വരും, വേറെ കാര്യം. പക്ഷെ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ 4 ചുറ്റും നോക്കിയിരിക്കണം. ഇരുന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. എത്ര നാളുകൊണ്ട് ഞാനിവിടെ നോക്കി നിൽക്കുന്നു, ഒരു മനുഷ്യൻ ഇതുവരെ ഈ മതിൽ ചാടി കയറിയിട്ടില്ല എന്ന് പറഞ്ഞ് ഉറങ്ങാൻ ഒക്കത്തില്ല. അപ്പം ഉണർന്നിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ഉള്ള നിർദ്ദേശം. കാരണം നുഴഞ്ഞുകയറ്റക്കാരുണ്ട്. പറഞ്ഞേട്ടോ, ഇവിടെ ഗാർഗിലൊക്കെ തണുപ്പ് കൂടുമ്പം എന്ത് ചെയ്യും? മിലിറ്ററി മാറിപ്പോരും. അപ്പോഴത്തേക്കിൽ അവര് നുഴഞ്ഞു കയറും. മനസ്സിലായോ? നുഴഞ്ഞുകയറ്റക്കാരുണ്ട്. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ എന്നാണ് ഇവിടെ നമുക്ക് തരുന്ന നിർദ്ദേശം. പിന്നീട് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ശത്രുവിനോട്, പിശാചിനോട് എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കണം. 8-ാം വാക്യത്തിൽ വായിക്കുന്നു, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. പിശാചിനോട് എതിർത്ത് നിൽക്കണം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ കൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുമാറാകട്ടെ. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. അപ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കണം. അതിനോടനുബന്ധമായി എഫെസ്യ ലേഖനം 6:13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള വേദഭാഗങ്ങളാണ്. വിശദീകരിക്കുവാനായിട്ട് സമയമില്ല, നമുക്കിതൊന്ന് വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളി. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും എടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പി. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവോധന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുന്നു. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുകയും. ഇപ്പൊ പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ ആവശ്യമായിട്ടുള്ള ആയുധവർഗത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് പിന്നീട് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യാം. ഇതിന്റെ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തയേശുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ കൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അപ്പോൾ നമ്മളെ വിളിച്ച സർവകൃപാലുവായ ദൈവം യഥാസ്ഥാനത്ത്, അതായത് ഇരിക്കേണ്ടുന്ന സ്ഥാനത്ത് തന്നെ ഉറപ്പിച്ചു നിർത്തി. എവിടെങ്കിലും കൊണ്ട് ഉറപ്പിച്ചു നിർത്തിയല്ല, നമ്മളെ എവിടെയാണ് ആവശ്യം ആ സ്ഥാനത്ത് യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കും. മഹത്വം ദൈവത്തിനുള്ളതാണ്. ഇനി 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഈ ലേഖനത്തിന്റെ പര്യവസാനമാണ്. അതായത് വന്ദനം പറയുന്ന ഒരു കാര്യമാണ് അവിടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നെന്ന് സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മുടെ വളരെ നീണ്ട ഒരു പഠനമാണ്. പക്ഷെ പത്രോസ് പറയാണ് ഞാനിത്
ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. ഈ കത്ത് എഴുതാൻ എന്നെ സഹായിച്ച, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തത് എഴുതുവാനായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ആര്? സിൽവാനോസ് അല്ലെങ്കിൽ സീലാസ് എന്നൊക്കെ പറയും. അപ്പം ഈ സിൽവാനോസിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വിശ്വസ്ത സാക്ഷി. വിശ്വസ്ത സാക്ഷി. നമ്മൾ വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. താലന്തുകളുടെ ഉപമ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു താലന്തുകൾ കൊടുത്തവരെ വിളിച്ചു വരുത്തിയിട്ട് അവസാനം പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരിക്കുക. ഫെയ്ത്ത്ഫുൾ ക്രിസ്ത്യൻ, അല്ലാതെ സക്സസ്ഫുൾ ക്രിസ്ത്യൻ എന്നല്ല കർത്താവ് വിളിക്കുന്നത്. മനസ്സിലായി? നീ എന്ത് നേടി എന്നുള്ളതല്ല, വിശ്വസ്തത പാലിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഒരിക്കലും ഒരു മിഷണറി സംഘടന ഒരു സുവിശേഷകനെ ഒരു സ്ഥലത്തേക്ക് അയച്ചു, ഒരു ഗ്രാമത്തിലേക്ക് അയച്ചു. പുള്ളി അവിടെ ഒരു കുന്നിന്റെ പേരിൽ ഒരു ചെറിയ വീടൊക്കെ എടുത്ത് അവിടെ താമസമായി 25 വർഷക്കാലം ആ പ്രദേശത്തെ എല്ലാം ചുറ്റി നടന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു, ജീവിച്ചു. പക്ഷെ ആരും രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നില്ല. മനസ്സിലായി? അത് കഴിഞ്ഞ് പുള്ളി രോഗിയായി മടങ്ങിപ്പോയി. ആ മിഷണറി സംഘടന മറ്റൊരാളെ അവിടേക്ക് അയച്ചു. അയാൾ വന്നു ഇതുപോലെ വേറൊരു വീടെടുത്ത് താമസിച്ചിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പം ആൾക്കാർ ചുറ്റും വന്ന് നിന്നിട്ട് പറയാ, ഉപദേശി, ഞങ്ങൾക്ക് ആ ആളിനെ അറിയാം, പിന്നെ നിങ്ങൾ എന്തിനാ പിന്നെയും അത് പറയുന്നേ? ആരെ അറിയാം? ഇദ്ദേഹം പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. പക്ഷേ ഈ കേൾവിക്കാർ പറയാ, ഞങ്ങൾക്ക് ആ ആളിനെ അറിയാം, റോഡ് ആ കുന്നിലായ താമസിച്ചിരുന്നു. എവിടാ? അത് യേശു ക്രിസ്തു ആയിരുന്നാ പറയുന്നേ. മനസ്സിലായോ? 25 വർഷവും അദ്ദേഹം യേശു ക്രിസ്തുവിന് തുല്യനായിട്ട് അവിടെ ജീവിച്ചു. ഞങ്ങൾക്കറിയാം ആ ആളിനെ, ആ കുന്നിലാ താമസിച്ചിരുന്നേ. ഞങ്ങൾക്ക് ഭംഗിയായിട്ട് അറിയാവുന്ന ആളിനെ കുറിച്ച് ഇനി പറയണോ? വേണ്ട. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ എന്ത് നേടി എന്നുള്ളതല്ല, നമ്മൾ എത്രമാത്രം വിശ്വസ്തത പാലിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസൻ, ഫെയ്ത്ത്ഫുൾ ക്രിസ്ത്യൻ എന്നല്ലാതെ സക്സസ്ഫുൾ ക്രിസ്ത്യൻ എന്നല്ല, ഫെയ്ത്ത്ഫുൾ ക്രിസ്ത്യൻ. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. പിന്നെ വന്ദനം ചെല്ലുമ്പോൾ ഇവിടെ സഭയുടെയും മർക്കോസിന്റെയും വന്ദനം അവിടെ ചെല്ലുന്നത് കാണാനായിട്ട് സാധിക്കും. മർക്കോസ് പത്രോസിനോടൊപ്പം സഹായിയായിട്ട് റോമിൽ ഉണ്ടായിരുന്ന ദൈവദാസനാണ്. അവരെല്ലാവരും ചേർന്ന് ഈ പ്രിയപ്പെട്ടവർക്ക് വന്ദനം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. അതിന് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് 14-ാം വാക്യത്തിലാണ്: സ്നേഹചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യും. ഞങ്ങൾ നിങ്ങളെ കത്തിലൂടെ വന്ദനം അറിയിക്കുകയാണ്, പക്ഷെ നിങ്ങൾ അടുത്തിരിക്കുന്നവർ സ്നേഹചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യും. അപ്പോൾ അന്യോന്യം ആശംസിക്കുവാൻ, അന്യോന്യം അനുഗ്രഹിക്കുവാൻ, അന്യോന്യം അവരുടെ നന്മ പ്രതീക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അവരെ സ്നേഹിക്കുവാനും അവരെ ഉറ്റ സ്നേഹിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ അവസാനമായിട്ട് പറയുന്നത്, ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ നമുക്ക് സമാധാനം ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:27 ഇങ്ങനെ വായിക്കുന്നു, സമാധാനം 14:27, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. അപ്പം കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ സമാധാനം നമുക്ക് തന്നിട്ടാണ് പോയത്. ബാക്കി എല്ലാ സാധനങ്ങളും കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അല്ലേ? ചിലർ പറഞ്ഞ പൈസ കൊണ്ടേ എന്തും കിട്ടുമെന്ന്. പക്ഷെ ഈ സാധനം കിട്ടുമോ? 2 കിലോ സമാധാനം അവിടെ എങ്ങനെ ഉണ്ടോ? കല്ലുവാതൊക്കെ ഇല്ല. അപ്പൊ കർത്താവ് തന്നത് ആരും എടുത്തു കളയാത്ത സമാധാനം. ഏത് പ്രതിസന്ധിയുടെ നടുവിലും എൻ്റെ കർത്താവ് ജീവിക്കുന്നു, എൻ്റെ വീണ്ടെടുക്കുവാൻ ജീവിക്കുന്നു. അവൻ എൻ്റെ ഉപനിധി ഒടുവോളം കാക്കും.
എന്ന് ധൈര്യത്തോടെ പറയാനായിട്ട് ഇടയായിത്തീരണം. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു കൊന്നു, അവിടെയും യേശുവിനെ തള്ളി പറഞ്ഞില്ല. പൗലോസിനെ വാളുകൊണ്ട് ശിരച്ഛേദം ചെയ്തു, അവിടെയും ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്നുള്ള ആ പ്രത്യാശയുടെ വാക്കുകളാണ് തന്റെ. അതുകൊണ്ട് ഇവിടെ പറയാണ്, സ്നേഹചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യുകയും ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ. അപ്പം നമ്മൾ ഈ ലേഖനം പഠിച്ചുകൊണ്ട് പ്രതിസന്ധികളുടെ ഇടയിൽ പതറാതെ ജീവിക്കുവാൻ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുവാനായിട്ടിടയാണ്. രക്ഷയിൽ ആനന്ദിക്കുന്നവരായി തീരണം, കഷ്ടതകളിൽ പ്രശംസിക്കുന്നവരായി തീരണം, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നവരായി തീരണം. നടത്തിപ്പുകാർക്ക് കീഴടങ്ങി അവരെ നന്നായി ഭരിക്കുവാൻ, നന്നായി അവരുടെ വേല ചെയ്യുവാൻ നമ്മളെ സപ്പോർട്ടായി തീരും. അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. ഇതിനെ ഒന്ന് വേർതിരിച്ച് ഓരോ വിഷയങ്ങളാക്കി മാറ്റി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. അതിന് ദൈവം എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തി. ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ധാരാളമായ കൃപ ഉണ്ടായിരുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന് ഈ വചനം ശ്രദ്ധിച്ച എല്ലാവർക്കും ദൈവത്തിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. എന്നെ ഓർത്തും പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.